നമസ്കാരം, സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. PSC കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഈ അടുത്ത് വന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് വനിതാ വർഷമാണ്. കേരള നിയമസഭയിലേക്ക് മത്സരിച്ച ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആരാണ്? അനന്യാകുമാരി അലക്സ് ആണ്, വേങ്ങര മണ്ഡലം. ആരാണ്? അനന്യാകുമാരി അലക്സ്, വേങ്ങര മണ്ഡലം. കേരളത്തിൽ നിന്ന് പത്മശ്രീ പുരസ്കാരത്തിന് അർഹയായ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആദ്യത്തെ വനിതയാണ് ലക്ഷ്മിക്കുട്ടി. 2018 അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് പത്മശ്രീ നേടിയ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആദ്യത്തെ വനിത എന്ന് ചോദിച്ചാൽ ഏതെഴുതണം? ലക്ഷ്മിക്കുട്ടി. 2018. 1975 അന്താരാഷ്ട്ര വനിതാ വർഷത്തോട് അനുബന്ധിച്ച് ആ വർഷത്തെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളീയ വനിത ആരാണ്? അത് അമ്മു സ്വാമിനാഥനാണ്. 1975 അന്താരാഷ്ട്ര വനിതാ വർഷത്തോടനുബന്ധിച്ച് ആ വർഷത്തെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളീയ വനിത ആരാണ്? അത് അമ്മു സ്വാമിനാഥൻ. അപ്പോൾ കേരള നിയമസഭയിലേക്ക് മത്സരിച്ച ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആരാണ്? അത് അനന്യാകുമാരി അലക്സ് ആണ്, വേങ്ങര മണ്ഡലം. കേരളത്തിൽ നിന്ന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വനിത ആരാണ്? ലക്ഷ്മിക്കുട്ടിയാണ്, 2018. അതുപോലെ 1975 നമുക്കറിയാം, 1975 എന്താണ് പ്രത്യേകത? അന്താരാഷ്ട്ര വനിതാ വർഷമായിട്ട് ആചരിച്ചിരുന്നു. ആ വർഷത്തെ അമ്മയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് അമ്മു സ്വാമിനാഥൻ. അടുത്തത് 22 കിലോമീറ്ററിൽ അടൽ സേതു. ഇതാണ് അടൽ സേതു അല്ലേ? അപ്പം രാജ്യത്തെ തന്നെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ് അടൽ സേതു. ഇതാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഏറ്റവും നീളമേറിയ കടൽ പാലമായ അടൽ സേതു. അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്തു അല്ലേ? ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. മുംബൈയിലെ ട്രാൻസ് ഹോബർ ലിങ്ക്. മുംബൈയിലെ ട്രാൻസ് ഹോബർ ലിങ്ക് എന്ന പേര് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥം. ട്രാൻസ് ഹോബർ ലിങ്ക് എന്ന് പറഞ്ഞൊരു പേരായിരുന്നു ഇട്ടിരുന്നത് അല്ലേ? അപ്പോൾ ആ പേരിന് പകരം നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമാണ് അടൽ സേതു എന്ന് പുനർനാമകരണം ചെയ്തത്. അപ്പോൾ മുമ്പുള്ള പേരെന്തായിരുന്നു? മുംബൈ ട്രാൻസ് ഹോബർ ലിങ്ക്. ആ ഒരു പേര് മാറ്റിയിട്ട് എന്ത് പേര് കൊടുത്തു? നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥം അടൽ സേതു എന്ന് പുനർനാമകരണം ചെയ്തു. മുംബൈയിലെ ശിവഗിരി തൊട്ട് നവി മുംബൈയിലെ നവാസേവ നവാസേവ വരെ 22 കിലോമീറ്ററാണ് ഈ ഒരു പാലത്തിൻ്റെ ദൈർഘ്യം. പാലത്തിൻ്റെ 16.5 കിലോമീറ്ററാണ് കടലിൻ്റെ മുകളിൽ. 22 കിലോമീറ്ററും കടലിൻ്റെ മുകളിലൂടെയാണോ? അല്ല, 16.5 കിലോമീറ്ററാണ് കടലിന് മുകളിലൂടെ ഉള്ളത്. ബാക്കി ദൂരം കരയിൽ കൂടെയാണ്. ടോട്ടൽ 22 കിലോമീറ്ററാണ് അടൽ സേതുവിൻ്റെ ആ ഒരു നീളം എന്ന് പറയുന്നത്. അതിൽ 16.5 കിലോമീറ്ററാണ് കടലിന് മുകളിലൂടെ പോകുന്നത്. 22 മീറ്റർ നീളമുള്ള പാലം 1089 തൂണുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എത്രയാണ് ഇതിലെ തൂണുകൾ? 1089 തൂണുകൾ. അടുത്തത് ISROയുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് വന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം FCPS എന്താണ്? ബഹിരാകാശത്ത് വെച്ച് തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നൊരു സിസ്റ്റമാണ് ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം, അതാ FCPS. ഈ ഒരു പരീക്ഷണം വിജയിപ്പിച്ചത് ആരാണ്? ISRO ആണ്. അപ്പോൾ ബാക്കിയുള്ള മറ്റ് സ്പേസ് ഏജൻസിയിലെ പോലെ തന്നെ ISROയും ബഹിരാകാശത്ത് വെച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം. എക്സ്പോസാറ്റ് ഉപഗ്രഹം വിക്ഷേപിച്ച PSLV C58. നമ്മൾ ISROയുടെ ക്ലാസ് എടുത്തപ്പോഴത്തേക്കും 2023 എല്ലാ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് വെച്ച് ഒരു ക്ലാസ് എടുത്തിരുന്നു അല്ലേ? അപ്പോൾ ആ ക്ലാസ്സിൽ നമ്മൾ എക്സ്പോസാറ്റ്, അതായത് ധ്രുവങ്ങളുടെ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ അത് ചോദിച്ചിരുന്നു. PSLV C58 ആണ്. അപ്പോൾ PSLV C58 റോക്കറ്റിൻ്റെ അവസാന ഭാഗത്തുള്ള POEM മോഡ്യൂളിനാണ് FCPS ഉണ്ടായിരുന്നത്. അപ്പോൾ എവിടെയാണ് ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോസാറ്റ് അയച്ച PSLV C58 റോക്കറ്റിൻ്റെ
POEM മോഡ്യൂളിലാണ് FCPS ഉണ്ടായിരുന്നത്. അടുത്തത് 350 കിലോമീറ്റർ ഉയരത്തിലാണ് ഈ ഒരു വൈദ്യുതി, ഏകദേശം 180 വോൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത്. 350 കിലോമീറ്റർ ഉയരത്തിൽ എത്രമാത്രം വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്? 180. ഓക്കെ, 180 വോൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു. അടുത്തത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ആണ് ഈ ഒരു ഫ്യൂവൽ നിർമ്മിച്ചത്. ഓക്കെ, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ആണ് ഈ ഒരു ഫ്യൂവൽ സെല്ല് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ, ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഫ്യൂവൽ നിർമ്മിച്ചത് ആരാണ്? വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ആണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് വൈദ്യുതി ഏതൊക്കെ ഉപയോഗിച്ചാണ്? ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിച്ചത്. അപ്പോൾ ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ISROയുടെ പദ്ധതി എന്താണ്? ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം. ഇത് വിക്ഷേപിച്ചത് എക്സ്പോസാറ്റ് PSLV C58 റോക്കറ്റിൻ്റെ അവസാന ഭാഗത്തുള്ള POEM മോഡ്യൂളിലാണ് ഈ ഒരു FCPS ഉണ്ടായിരുന്നത്. FCPS നിർമ്മിച്ച അല്ലെങ്കിൽ ആ ഫ്യൂവൽ സെല്ല് നിർമ്മിച്ചത് ആരാണ്? നമ്മുടെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ആണ്. 350 കിലോമീറ്റർ ഉയരത്തിൽ 180 വോൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു. ഇത് എന്തിൽ നിന്നൊക്കെയാണ് ഉൽപ്പാദിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും. അടുത്തത് സോളാർ ക്രൂസ് ഇന്ദ്ര നീറ്റിലിറക്കി. എന്താണ് ഹെഡിങ്? സോളാർ ക്രൂസ് ഇന്ദ്ര. രാജ്യത്തെ ആദ്യ സോളാർ ബജറ്റ് ക്രൂസാണ്. രാജ്യത്തെ തന്നെ ആദ്യത്തെ സോളാർ ബജറ്റ് ക്രൂസ് ബോട്ടായ ഇന്ദ്ര ആലപ്പുഴയിലാണ് നീറ്റിലിറക്കിയത്. ശീതീകരിച്ച്, അതായത് AC എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള 2 നിലയുള്ള ക്രൂസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലേ, 2 നിലയുള്ള ക്രൂസായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരേ സമയം എത്ര പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും? 100 പേർക്ക് ഈ ഒരു ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റും. ബജറ്റ് ഉല്ലാസ യാത്രയുടെ ഭാഗമായിട്ട് ജലഗതാഗത വകുപ്പാണ് ഇത് സജ്ജമാക്കിയിരിക്കുന്നത്. എന്താണ് ബജറ്റായിട്ട്, അതായത് നമ്മുടെ ബജറ്റിന് ഒതുങ്ങുന്ന അല്ലേ ആ ഒരു ഉല്ലാസയാത്രയുടെ ഭാഗമായിട്ട് ഇത് സംഘടിപ്പിച്ചിരിക്കുന്ന ആരാണ്? ജലഗതാഗത വകുപ്പാണ്. എത്രയാണ് ഇതിൻ്റെ ചെലവ്? 3.5 കോടി രൂപ. എത്രയാണ് ചെലവ്? 3.5 കോടി. അപ്പോൾ സോളാർ ക്രൂസ് പേരെന്താണ്? ബജറ്റ്. ആദ്യത്തെ സോളാർ ബജറ്റ് ക്രൂസ് പേരെന്താണ്? ഇന്ദ്ര. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കുക, ആദ്യത്തെ സോളാർ ബജറ്റ് ക്രൂസ് ഏതാണ്? ഇന്ദ്ര. ഓക്കെ, എവിടെയാണ് നീറ്റിലിറക്കിയത്? ആലപ്പുഴയിലാണ്. ഒരേ സമയം 100 പേർക്ക് ഇരിക്കാൻ പറ്റും. 2 നിലയുള്ള ക്രൂസാണ്, എയർ കണ്ടീഷൻഡ് ആണ്. ഈ ഒരു ബജറ്റ് ഉല്ലാസയാത്രയുടെ ഭാഗമായിട്ടാണ് ഗതാഗത വകുപ്പ് ഈ ബോട്ട് സജ്ജമാക്കിയിരിക്കുന്നത്. ചിലവ് എത്രയാണ്? 3.5 കോടി രൂപ. അടുത്തത് അന്റാർട്ടിക്കയുടെ ഇന്ത്യയിലെ പുതിയൊരു ഗവേഷണ കേന്ദ്രം 2029 യാഥാർത്ഥ്യമാകും. ഇതിൻ്റെ പേരെന്താണ്? മൈത്രി 2. ഓക്കെ, അപ്പോൾ എന്താണ്? അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം 2029 യാഥാർത്ഥ്യമാകുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലേ. അതിൻ്റെ പേരെന്താണ്? മൈത്രി 2. മൈത്രി 2. നമ്മുടെ കിഴക്കൻ അന്റാർട്ടിക്കയിൽ നിലവിലൊരു മൈത്രി സ്റ്റേഷൻ ഉണ്ട് അല്ലേ. മൈത്രി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച കേന്ദ്രമാണ് മൈത്രി എന്ന് പറയുന്നത്. ഓക്കെ, ആ മൈത്രി സ്റ്റേഷൻ ഇപ്പോൾ 30 വർഷത്തോളം പഴക്കമായി. എത്രയാണ്? 30 വർഷത്തോളം പഴക്കമുള്ളതിനാണ് തൊട്ടടുത്തായിട്ട് ഒരു പുതിയ കേന്ദ്രം സ്ഥാപിക്കുന്നത്. കാലപ്പഴക്കം കൂടുന്തോറും അതിന് ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പഴയ മൈത്രിയുടെ അടുത്തായിട്ട് തന്നെയാണ് പുതിയ കേന്ദ്രം സ്ഥാപിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈത്രി 1989 ആദ്യമായിട്ട് ഇന്ത്യ അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ച ആ ഒരു ഗവേഷണ കേന്ദ്രമാണ് എന്ത്? മൈത്രി. 1989. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ അന്റാർട്ടിക്കയിലെ ഗവേഷണ കേന്ദ്രം ഏത്? ഇന്ത്യൻ ഗവേഷണ കേന്ദ്രം ഏത്? ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത് ഏത്? ഓക്കെ, രണ്ടാമത് ഭാരതിയാണ്. ഓക്കെ, ഭാരതി 2012. ഈ 2 കേന്ദ്രങ്ങളാണ് നിലവിൽ ഇന്ത്യയിൽ അന്റാർട്ടിക്കയിൽ ഉള്ളത്. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത് 2029 ആകുമ്പോഴത്തേക്ക് അന്റാർട്ടിക്കയിൽ പുതിയൊരു സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു പര്യവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ പോവാണ്. അതിൻ്റെ പേരെന്താണ്? ഓർക്കാൻ എളുപ്പമുണ്ട് അല്ലേ. ആദ്യത്തെ ആളുടെ പേര് തന്നെയാണ് മൈത്രി 2. കാരണം എന്താണ്? പഴയ മൈത്രി കുറച്ച് കാലപ്പഴക്കമായി അല്ലേ, 30 വർഷത്തോളമായി. അപ്പോൾ അത് മാറ്റിയിട്ട് തൊട്ടടുത്തായിട്ട് വേറൊരു മൈത്രി എന്ന് പറഞ്ഞൊരു പര്യവേക്ഷണ കേന്ദ്രം ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്തത് ഈ 1984 തുടങ്ങിയ ദക്ഷിണ ഗംഗോത്രിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ സ്റ്റേഷൻ. അപ്പം നമ്മൾ 2 എണ്ണത്തിന് പറഞ്ഞു അല്ലേ. 1989 തുടങ്ങിയ മൈത്രിയും 2012 തുടങ്ങിയ
ഭാരതിയും. എന്നാൽ 1984 പ്രവർത്തനം തുടങ്ങിയ ദക്ഷിണ ഗംഗോത്രിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക്കൻ പര്യവേക്ഷണ കേന്ദ്രം. അപ്പോൾ എന്താണ് ആദ്യം വന്നത്? ദക്ഷിണ ഗംഗോത്രിയാണ്. ദക്ഷിണം, അതായത് സതേൺ പോളിലല്ലേ. അപ്പോൾ അന്റാർട്ടിക്കയിൽ ആദ്യം വന്നത് ദക്ഷിണ ഗംഗോത്രിയാണ്. രണ്ടാമത് ഏത് വന്നു? 1989 മൈത്രി, ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി എന്നിങ്ങനെ ആ ഒരു ഓർഡറിൽ ഓർത്ത് വെച്ചിരുന്നാൽ നന്നായിരിക്കും. 1984 ദക്ഷിണ ഗംഗോത്രി, മൈത്രി 1989, 2012 ഭാരതി. അപ്പോൾ 1984 ഈ ഒരു ദക്ഷിണ ഗംഗോത്രി പ്രവർത്തനം ആരംഭിച്ചു. ഇതാണ് അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ആദ്യത്തെ സ്റ്റേഷൻ. എന്നാൽ 1990 ഇതിൻ്റെ പ്രവർത്തനം നിലച്ചു. അതായത് ദക്ഷിണ ഗംഗോത്രി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ? നിലവിൽ പ്രവർത്തിക്കുന്നതിൽ ഏതാണ് ഏറ്റവും പഴയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൈത്രിയാണ്. ഓക്കെ, മൈത്രി 1989. എന്നാൽ ആദ്യം തുടങ്ങിയ ഇന്ത്യൻ പര്യവേക്ഷണ കേന്ദ്രം, അന്റാർട്ടിക്കയിലുള്ള ഇന്ത്യൻ പര്യവേക്ഷണ കേന്ദ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് തന്നെയാണ്? അത് ദക്ഷിണ ഗംഗോത്രിയാണ്. ഓക്കെ, ഇപ്പോൾ മൈത്രിയും 30 വർഷത്തോളം പഴക്കമായതിനാൽ മൈത്രിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2029 ഇന്ത്യ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? മൈത്രി 2. ആർട്ടിക് മേഖലയിൽ 2008 മുതൽ ഇന്ത്യയുടെ ഹിമാദ്രി, ഓക്കെ, നമ്മുടെ അന്റാർട്ടിക്കയിൽ നമുക്ക് 3 സ്റ്റേഷനുണ്ട്. പക്ഷെ ആർട്ടിക്കിൽ എന്താണ്? ഒന്നേ ഉള്ളൂ. ഓക്കെ, നോർത്തേൺ ബേൾ, അത് ഹിമാദ്രി. നമ്മുടെ ഓർക്കാൻ എളുപ്പത്തിന് നമ്മുടെ ഹിമാദ്രി ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളാണ്. ഓക്കെ, ഹിമാദ്രി ഒറ്റയ്ക്ക് നിൽക്കുന്ന കാര്യമാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നോർത്തേൺ ആയിട്ടല്ലേ നമ്മുടെ ഹിമാദ്രി ഉള്ളത്. അപ്പോൾ നോർത്ത് എവിടെയാണ്? ആർട്ടിക്, സൗത്ത് അന്റാർട്ടിക്ക. അപ്പം നോർത്തിലുള്ള ആൾ, അതായത് ആർട്ടിക്കിലുള്ള ഒരാളേ ഉള്ളൂ. അതായതാണ് ഹിമാദ്രി എന്നൊരു പര്യവേക്ഷണ കേന്ദ്രം മാത്രമാണ് ആർട്ടിക് മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അത് 2008 മുതലാണ് പ്രവർത്തിച്ചു വരുന്നത്. ഓക്കെ, നോർവേയുടെ ഭാഗമായിട്ടുള്ള സ്വാൽബാർഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നോർവേ ആയിട്ടുള്ള ഒരു കണക്ഷൻ വെച്ചിട്ട് ഒരു സ്വാൽബാർഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ഒരു പര്യവേക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. സ്ഥിരമായിട്ട് മനുഷ്യവാസമില്ലാത്ത ഭൂമിയിലെ ഏക വൻകരയാണ് അന്റാർട്ടിക്ക. വൈറ്റ് കോണ്ടിനെന്റ് എന്നറിയപ്പെടുന്ന കോണ്ടിനെന്റ് ഏതാണ്? അത് അന്റാർട്ടിക്കയാണ്. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന പുരസ്കാരം, രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് നേടിയവരാരൊക്കെയാണ്? 2023 ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി, സാത്വിക് സായിരാഗ്, തിങ്ക റെഡ്ഡി. ഓക്കെ, ചിരാഗ് ചന്ദ്രശേഖറും സാത്വിക് സായിരാജും ഏഷ്യൻ ഗെയിംസിലും നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണം. എവിടേക്കാണ് സ്വർണം നേടിയത്? ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണം നേടി. ലോക റാങ്കിങ്ങിൽ തന്നെ 1ാം സ്ഥാനവും നേടിയിട്ടുള്ള പുരുഷ ഡബിൾ ബാഡ്മിൻ്റൺ താരമാണ്. ഓക്കെ, പുരുഷ ഡബിൾ ബാഡ്മിൻ്റൺ താരങ്ങളാണ് ആരൊക്കെ? ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടിയും സാത്വിക് സായിരാജ് തിങ്കറെഡ്ഡിയും. ഓക്കെ, മുംബൈ സ്വദേശിയാണ് ആര്? നമ്മുടെ ചിരാഗ് ഷെട്ടി. ആന്ധ്രാപ്രദേശിലെ അമലാപുരമാണ് നമ്മുടെ സായിരാജ്. ഓക്കെ, സായിരാജിൻ്റെ സ്വദേശം. അപ്പോൾ രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരം ഏതാണ്? നമുക്കറിയാം, മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന പുരസ്കാരമാണ്. അത് ലഭിച്ചത് ആർക്കൊക്കെയാണ്? ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടിക്കും സാത്വിക് സായിരാജിനുമാണ്. അവർക്ക് ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും അവർ സ്വർണം നേടിയിരുന്നു. അതുപോലെ തന്നെ ലോക റാങ്കിങ്ങിൽ 1ാം നിൽക്കുന്ന പുരുഷ ബാഡ്മിൻ്റൺ താരങ്ങളും ആരൊക്കെ തന്നെയാണ്? ചിരാഗ് ചന്ദ്രശേഖറും സാത്വിക് സായിരാജും. പാലക്കാട് യാക്കര സ്വദേശിയായ ലോങ് ജമ്പ് താരം, നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം താരമാണ് അല്ലേ, എം ശ്രീശങ്കർ. അതുപോലെ തന്നെ ക്രിക്കറ്ററായുള്ള മുഹമ്മദ് ഷമിയും ഉൾപ്പെടെ 26 പേർക്കാണ് ഇപ്രാവശ്യം അർജുന അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാലക്കാട് യാക്കര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ലോങ് ജമ്പ് താരമാണ് ആര്? എം ശ്രീശങ്കർ. അതുപോലെ തന്നെ നമുക്കറിയാം ക്രിക്കറ്ററാണ് അല്ലേ, മുഹമ്മദ് ഷമി. ഇവർക്കെല്ലാം ഉൾപ്പെടെ 26 പേർക്കാണ് ഇപ്രാവശ്യം അർജുന അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ 15 പേര് വനിതകളാണെന്നും ഓർത്തിരിക്കുക. പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡ് അല്ലെങ്കിൽ ലൈഫ് ടൈം അവാർഡ് കിട്ടിയത് കാസർഗോഡ് കോടക്കാട് വെള്ളച്ചൽ സ്വദേശിയും 12 വർഷമായിട്ട് ദേശീയ കബഡി പരിശീലകനുമായ ഇ ഭാസ്കരൻ. നന്നായിട്ട് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡ് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആണ്. അതെവിടെയാണ്? നമ്മുടെ കാസർഗോഡ് വെള്ളച്ചാൽ സ്വദേശി, 12 വർഷമായിട്ട് നമ്മുടെ ദേശീയ കബഡി ടീമിൻ്റെ പരിശീലകനുമാണ്. നമ്മുടെ കബഡി ടീം ഒത്തിരി അധികം
വിൻ ചെയ്യുന്നുണ്ട് അല്ലേ. ഈ അടുത്തുള്ള ഒരുപാട് ചാമ്പ്യൻഷിപ്പിൽ വിൻ ചെയ്തതാണ് നമ്മുടെ ഇന്ത്യൻ കബഡി ടീം. ദേശീയ കബഡി പരിശീലകനാണ് ഇ ഭാസ്കരൻ. അദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പാലക്കാട് യാക്കര സ്വദേശി ലോങ് ജംപ് താരം എം ശ്രീശങ്കറും മുഹമ്മദ് ഷമി, എത്ര പേർക്ക് അർജുന അവാർഡ് കിട്ടിയെന്ന് ചോദിച്ചാൽ 26, 15 പേര് വനിതകളാണ്. ദ്രോണാചാര്യ അവാർഡ് നേടിയ മലയാളി പരിശീലകൻ ആരാണ്? കബഡിയുടെ ഇ ഭാസ്കരൻ. അടുത്തത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായിട്ട് സെഞ്ചുറി നേടിയ ആദ്യത്തെ മലയാളിയാണ് ആര്? സഞ്ജു സാംസൺ. ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഇന്ത്യക്കായിട്ട് സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളി ആരാണ്? അത് സഞ്ജു സാംസൺ ആണ്. ആർക്കെതിരെയാണ് അദ്ദേഹം ഈ നേട്ടം നേടിയത്? ദക്ഷിണാഫ്രിക്ക. ഓക്കെ, ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. ആ രാജ്യത്തെ പോളിലെ ബോളൺ പാർക്കിൽ നടന്ന ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ 108 റൺസാണ് സഞ്ജു സാംസൺ കൈവരിച്ചത്. അപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായിട്ട് സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളി ആരാണ്? അത് സഞ്ജു സാംസൺ ആണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 108 റൺസാണ് അദ്ദേഹം നേടിയത്. അപ്പോൾ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത ദിവസം മറ്റൊരു കറണ്ട് അഫെയർ ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. ബൈ.